നമസ്കാരം. ഹലോ മമ്മി കണ്ടിറങ്ങി ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി, ജഗദീഷ്, ഇങ്ങനെ ഒരു ചെറിയൊരു താരനിരയിൽ വന്ന ഒരു പടമാണ്. വലിയൊരു പ്രൊമോഷന്റെ ഒരു ഇതൊന്നും ഇല്ലാതെ വന്ന ഒരു പടമാണ് നമ്മുടെ ഹലോ മമ്മി. കാരണം പോസ്റ്റേഴ്സ് കൊണ്ടൊക്കെ നല്ലൊരു തന്നെ ഇതെന്താണ് ഏതാണെന്നുള്ളൊരു ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇതൊരു കോമഡി ഹൊറർ ത്രില്ലർ മോഡിലുള്ളൊരു പടമാണ്. ഈ ഒരു പടത്തിന് നമ്മുടെ വൈശാഖ് എലൻ എന്നാണ് സംവിധായകന്റെ പേര്. അപ്പോൾ പുള്ളി ഇതിലെടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പഴയകാല ദിലീപേട്ടന്റെ ഒരു മാനറിസം കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു കോമഡി ചെയ്യുന്ന രീതിയൊക്കെ. ആ രീതി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ച എഫേർട്ട്, ഡയറക്ടർ എടുത്ത എഫേർട്ടിൽ 100%, ഒരു 50% ഡയറക്ടറിന്റെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു 130% ഷറഫുദ്ദീൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഷറഫുദ്ദീൻ കുറച്ചായിട്ട് ഭയങ്കര സീരിയസ് ക്യാരക്ടറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിന് ശേഷം കുറേ സീരിയസ് ക്യാരക്ടറിനൊക്കെ ശേഷം പുള്ളി ഒരു മുഴുനീള ഒരു കോമഡി ഹൊറർ ത്രില്ലർ അതിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പഴയ ഒരു സിനിമ ഉണ്ടല്ലോ, ഇവരുടെ എല്ലാവരും ഒരു കൂട്ടുകെട്ടിൽ, ഉമർ ലുലുവിൻ്റെ കൂട്ടുകെട്ടിൽ ഹാപ്പി വെഡിങ് എന്ന് പറഞ്ഞ സിനിമയിലെ നമുക്ക് ആ ഷറഫുവിനെ നമ്മൾ അവിടെ മിസ് ചെയ്തതാണ്. ഷറഫുവിനെ മിസ് ചെയ്ത ഷറഫുവിനെ നമുക്ക് എന്താ വെച്ചാൽ മൊത്തത്തിൽ അങ്ങോട്ട് കിട്ടുക. മൊത്തത്തിൽ എന്ന് വെച്ചാൽ ആ ഷറഫുവിനെ നമുക്ക് ചേർത്തി വേറെ എന്തൊക്കെയോ നമുക്കൊരു ഇത് കിട്ടിയ പോലെയുള്ള ഒരു ഫീലാണ് ഈ പറഞ്ഞ സിനിമയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഒരു ഹൊറർ കോമഡി ത്രില്ലർ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഒരു സക്സസ് ആവാൻ, അല്ലെങ്കിൽ മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം അത് വർക്കൗട്ട് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം നമ്മളിതിന് മുമ്പ് കണ്ട സിനിമകളാണ് നമ്മുടെ അരമന, പിന്നെ കാഞ്ചനം, പിന്നെ അതിന്റെ മറ്റേ പാർട്ട് ചാപ്റ്റർ വൈസിലെല്ലാം നമ്മൾ കണ്ടാണ് ഒരു ഹൊറർ കോമഡി ത്രില്ലർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതല്ല. അത് മലയാളത്തിലെത്താൻ എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളത് നമുക്കൊരു ഡൗട്ട് തന്നെയാണ്. കാരണം ഇത് എങ്ങനെയാണ് കോമഡി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്യണത് എങ്ങനെയാണുള്ളത്. പക്ഷേ ഇതിന്റെ സ്റ്റോറി അത് ഡിമാൻഡ് ചെയ്തിരിക്കുന്നതും അതിന് ബേസ് ചെയ്തിട്ടുള്ള കോമഡി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എല്ലാം ഉക്കരനാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു 130 രൂപ 140 രൂപ കൊടുത്ത് പടം കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സ്റ്റാറ്റിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ, ആ സാധനം നിങ്ങൾക്ക് ഒരു പടം കണ്ടു കഴിഞ്ഞാൽ കിട്ടും. കാരണം നമ്മൾ കുറേ കാലം നമ്മളിങ്ങനെ മുഴുനീള ഒരു കോമഡി പടം കണ്ടിട്ട് ആ ഒരു ഇതിൽ ഈ പടം 100% വിജയിച്ചു തന്നെ പറയാം. കാരണം ഇതിൽ എന്താ പറയുക, ഒരു ഹൊറർ കോമഡി എന്നാണല്ലോ പറയുന്നത്. ഫസ്റ്റ് തുടങ്ങി ഫസ്റ്റ് ഒരു കോട്ടൊക്കെ ഇട്ട് വലിയ രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് കാണിക്കുന്നുണ്ട്, ഈ ആത്മാവിനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരു രാത്രി മോഡിൽ വന്നിട്ട് പെട്ടെന്ന് വന്ന് പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് നെട്ടിപ്പിക്കുകയോ അങ്ങനെയൊന്നുമല്ല ഈ ഒരു പടം പറഞ്ഞു പോകുന്നത്. ഒരു ബന്ധത്തിന്റെ ഒരു കഥയാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഒരു അമ്മ മകളുടെ അടുത്തുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിനകത്തോട്ട് ഒരു ആള്, അതിന്റെ കുടുംബത്തിനകത്തോട്ട് ഒരാൾ കയറി വരുന്നു. ആ കയറി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഈ ഒരു ആത്മാവിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ആത്മാവും മനുഷ്യന്മാരും തമ്മിലുള്ള ആ ഒരു തന്നെയാണ് ഈ പടത്തിന് വരുന്നത്. പിന്നെ ഒരു ഫാന്റസി എന്നുള്ള ലെവലിൽ ക്ലൈമാക്സ് ചിലർക്ക് ആർക്കും ഒരു 100% തൃപ്തിപ്പെടുന്നില്ല. കാരണം ഈ പറഞ്ഞ കൂട്ടുകൂട്ട് മറ്റേ ഷിംലി എന്നൊക്കെ ആൾക്കാർ വന്ന് മന്ത്രം ചൊല്ലി ആത്മാവിനെ വഹിക്കുന്നത് ഇതെല്ലാം കൊണ്ട് വരുന്ന സമയത്ത് ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം കവറപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിന്ദു പണിക്കർ ചെയ്തൊരു കഥാപാത്രം, അത് എന്താ പറയാ, ചിരിച്ചു മരിക്കും ആ ഒരു കഥാപാത്രത്തെ കണ്ട. ബിന്ദു പണിക്കറിന്റെ കൂടെ നിന്ന അജു വർഗീസ് അതും ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വീട്ടിനകത്ത് നടക്കുമ്പോൾ നമുക്കൊരു പ്രേതത്തിന്റെ ഇതെങ്ങനെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഡൗട്ടിനെ എല്ലാം നമുക്ക് മറികടന്ന് നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച ഒരു സിനിമയാണ് ഈ പറഞ്ഞ ഹലോ മമ്മി എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ കഥയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. ജഗദീഷ് ഐശ്വര്യലക്ഷ്മി എന്ന കഥാപാത്രത്തിന്റെ അച്ഛനാണ്. ആ അച്ഛന്റെ വേഷം അടിപൊളിയായി ചെയ്തു. പിന്നെ അളിയനായിട്ട് പിന്നെ ജോണി ആന്റണി വലിയ അളിയനായിട്ടൊരു കൂട്ടുകാരനായിട്ടൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി അടിപൊളിയായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറെ ഹിന്ദിക്കാരന്മാരിന് പിന്നെ കുറെ വിദേശത്തുള്ളവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാം ഈ പറഞ്ഞ പോലെ ആവാഹിക്കുന്ന ആൾക്കാരനായിട്ട് കൊണ്ടുവന്നിരിക്കണം. ബിന്ദു പണിക്കർ അടിപൊളിയായിട്ടുണ്ട് ഇതിൽ, കോസ്റ്റ്യൂം ആയിക്കോട്ടെ, പിന്നെ ഇതിൽ മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയാണ്. കാരണം മലയാളത്തിൽ ഇപ്പോൾ 2 പടം ഇറങ്ങിയിട്ടുണ്ട്. 2 പടം, സൂക്ഷ്മദർശിനിയും ഹലോ മമ്മിയും, രണ്ടും അടിപൊളി. ഒന്ന് ത്രില്ലർ, ഒന്ന് ചിരിയും. ആ ലെവലിലാണ് പടം കൊണ്ടുപോകുന്നത്. മലയാള സിനിമ എന്തായാലും മലയാള സിനിമനെ കണ്ടു പഠിക്കണം തന്നെ പറയുള്ളൂ. കാരണം ചിലവർ ബാക്കിലിരുന്നിട്ട് അതങ്ങനെയാണ്, ഇതെങ്ങനെ എടോ, നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ തീർന്ന് കാണണ്ട, ഇറങ്ങിപ്പോ. വെറുതെ മറ്റുള്ളവരുടെ ആസ്വാദനത്തിൽ കൂടി ബാധിക്കുന്ന തരത്തിലാണ് ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അത്രയും നല്ല രീതിയിൽ ചിരിക്കാനുണ്ട് ഈ ഒരു പടത്തിന്.
സ്ക്രിപ്റ്റ് ബേസിൽ ഇവര് പറഞ്ഞ പോലെ കയ്യിൽ നിന്ന് ഇട്ട് ചിരിക്കുക, ഡബ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ നിന്ന് ഇടുക, ആക്ട് ചെയ്യുന്ന സമയത്ത് കയ്യിൽ നിന്ന് ഇടുക, ഇങ്ങനെയുള്ള പരിപാടി ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക ബാക്ക് കോമഡി എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെല്ലാം ചിരി കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റ് അത് അതിൻ്റെതായ രീതിയിൽ കറക്റ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി നമ്മുടെ ഷറഫു. അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത ഒരു ഇതന്നെ. കാരണം ഈ ഒരു പടത്തിന്റെ ഒരു കഥയും ഈ ഒരു പടത്തിന്റെ ഒരു രീതിയൊക്കെ വെച്ച് നോക്കും, മേക്കിംഗ് എല്ലാം വെച്ച് നോക്കും. അത് മേക്കിംഗ് അല്ല, ഈ ഒരു പടത്തിന്റെ ഒരു കഥ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് എക്സിക്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പടം ഫ്ലോപ്പാണ്. ഒരു പൂച്ചക്കുഞ്ഞി പടത്തിന് കയറില്ല. പക്ഷേ ഞാൻ പോയ തിയേറ്ററിൽ 70% ആൾക്കാരുണ്ട്. ഞാൻ പോയ പടത്തിൽ 70% സീറ്റിൽ ആൾക്കാരായി. ഷറഫു എന്ന് പറഞ്ഞൊരു നടൻ, അവന്റെ വാല്യൂ, ഒരു നായകനായിട്ട് വന്നത് എങ്ങനെയാണ്, ഏതാണ്, എത്ര പേര് കയറുന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്കൊരു പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ആ പ്രഡിക്റ്റിനെയും കാട്ടി മേലെയാണ് ഈ ഒരു പടത്തിന്റെ ഒരു രീതിയിൽ വന്നിരിക്കുന്നത്. അവർ നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഷറഫിന്റെ കോമഡിയും കാര്യങ്ങളും എല്ലാം, സീരിയസ് കഥാപാത്രങ്ങളെല്ലാം അടിപൊളിയാണ് ചെയ്തതും, അതല്ലാത്ത പക്ഷം എവിടെയോ നഷ്ടപ്പെട്ടു പോയ കോമഡിനെ 100 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു ഫീലാണ്. ചില സമയത്ത് എനിക്ക് ദിലീപേട്ടൻ്റെയൊക്കെ ആ മാനറിസം പോലെയുള്ളതൊക്കെ, കാരണം ഒരു എക്സ്പ്രഷൻ പേടിച്ചു ഇതൊക്കെ ആയിട്ടുള്ള എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ആ പുള്ളി അടിപൊളിയായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മി നല്ല ക്യൂട്ടായിട്ട് ഈ ഒരു ഇതിൽ തന്നെ പുള്ളിക്കാരൻ്റെ ആ സ്ക്രീൻ പ്രസൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ജഗദീഷ് പിന്നെ അറിയാലോ, പുള്ളി എപ്പോഴും ഇപ്പോൾ ഒരു സീനിയർ മെച്യൂരിറ്റി എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം പുള്ളിൻ്റെതായ രീതിയിൽ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗുരുവായൂരമ്പൽ നടയിലും മറ്റേ വാഴയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു തടിച്ചിട്ടുള്ള ഒരു പയ്യനുണ്ട്, അതും പേര് എനിക്ക് സത്യം മറന്നുപോയി. പുള്ളി ഇതിലുണ്ട്, ഷറഫിന്റെ കൂട്ടുകാരനായിട്ടാണ്. എല്ലാം അടിപൊളി. നമുക്ക് പറഞ്ഞില്ലേ, ചിരിക്കാൻ പറ്റിയ ഒരു ഫാമിലി ഹൊറർ എന്റർടൈൻമെന്റ് ആയിരുന്നു ഈ ഒരു പടം. ഹൊറർ എന്ന് പറയുമ്പോൾ രാത്രി പേടിപ്പിക്കുന്ന തരത്തിലുള്ളതൊന്നുമല്ല. എന്നിരുന്നാൽ കൂടി പടത്തിന്റെ കഥ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് കൊണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് ഇറങ്ങാൻ വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം സീരിയസ് ആയിട്ട് ക്ലൈമാക്സിൽ ഇരിക്കുന്ന സമയത്ത് ബിന്ദു പണിക്കറിന്റെ ഇടയിൽ ഒരു കോമഡി ഒക്കെ ഉണ്ട്, അടിപൊളിയാണത്. അതും സ്ക്രിപ്റ്റഡ് എഴുതി കൊടുത്ത കോമഡി അല്ല, സിറ്റുവേഷൻ ബേസ് കോമഡിയാണ്. അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതിനൊന്നും ഒരു കോംപ്രമൈസ് ഇല്ലാതെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഹലോ മമ്മി, വിളി കേട്ട മമ്മിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മമ്മി വിളി കേട്ടു എന്നുള്ളതാണ്. കാരണം ക്ലൈമാക്സ് ഇതിന്റെ ഒരു പടം എൻ്റെ നിർത്തുമ്പോൾ തന്നെ സെക്കൻഡ് പാർട്ടിലോട്ട് ലീഡ് കൊടുത്തിട്ടാണ് കൊണ്ട് നിർത്തുന്നത്. എല്ലാത്തിനും ഈ സെക്കൻഡ് പാർട്ട് കൊണ്ടുപോയിട്ട് ഇരുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാ പടത്തിനും ഒരു സെക്കൻഡ് പാർട്ട് ഇപ്പോൾ അതൊരു ട്രെൻഡാണ്. അതാണ് അതിന്റെ ആവശ്യമില്ല. നമ്മളൊരു പടം ഒരു ഇത് കണ്ടു, അത് അടിപൊളിയായി. നമുക്കറിയാം ഇനി പുറത്ത് തിയേറ്ററുകളിൽ എത്ര പേര് ആൾക്കാർ ഇതിനകത്ത് കയറുന്നുള്ളൂ. കാരണം ഇതൊക്കെ മാക്സിമം ആൾക്കാർ കയറി തിയേറ്ററിൽ പോയി സപ്പോർട്ട് ചെയ്ത് കണ്ട സിനിമയാണ്. കാരണം നമുക്ക് അത്രയും ഒരു ട്രീറ്റാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതും മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം തന്നെ പറയുള്ളൂ. കാരണം നമുക്ക് ഫാമിലിയോടെ പോയി എൻജോയ് ചെയ്ത് ചിരിച്ചും അറിയാൻ പറ്റിയൊരു സിനിമ ഈ അടുത്ത കാലത്ത് നമുക്ക് ഇറങ്ങിയിട്ടില്ല. ഈ അടുത്തത് എന്ന് വെച്ചാൽ നുണക്കുഴിക്ക് ശേഷം നമുക്കൊന്നും വന്നിട്ടില്ല. പക്ഷെ നുണക്കുഴി നമുക്ക് മുഴുന്നുകളോ അങ്ങനെ ഒരു കോമഡി ഒന്നും പറയാനും പറ്റില്ല. അങ്ങനെ ഒരു ഇത് തന്നെയാണ്. പക്ഷെ ഇതാണ് ശരിക്കും പറഞ്ഞ സിനിമ. കാരണം ദിലീപേട്ടൻ്റെയൊക്കെ നമ്മൾ ആ 2 കൺട്രീസ് പോലത്തുള്ള പടങ്ങളുടെയൊക്കെ ആ കൗണ്ടറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതിനുശേഷം ആ ഒരു പിക്കപ്പ് വേറൊരു പടങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് ഈ ഒരു പടത്തിൽ ആ ഒരു ഫീല് കിട്ടി. ആ ഒരു ഫീല് എനിക്കത് ഭയങ്കര ഇതായി. കാരണം ആ കഥ അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് തിയേറ്ററിൽ തന്നെ പോയി ഒരു കാണണം. കാരണം ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം തന്നെയാണ് ഹലോ മമ്മി.